നമസ്കാരം. ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അയാൾക്ക് അധികാരം നൽകുക എന്ന് എബ്രഹാം ലിങ്കൻ പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് സതീശന്റെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ തോന്നിപ്പോവുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ കണ്ട വി.ഡി. സതീശനെയാണോ മുഖ്യമന്ത്രിയായ ശേഷം നമ്മൾ നിയമസഭയിൽ കാണുന്നത്? അല്ല. ഇന്നും മുഖ്യമന്ത്രിയെ പ്രതിപക്ഷം എടുത്തുടുത്തുവിടുന്ന കാഴ്ചയാണ് നമ്മൾ സഭയിൽ കണ്ടത്. അതെങ്ങനെയൊന്നൊക്കെ വഴിയെ പറയാം. ജനഗണമന എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ സിനിമയിൽ ഒരു ഡയലോഗാണ് കേട്ടോ സതീശന്റെ ഈ ഭരണമൊക്കെ കാണുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെ ഭരിക്കുന്നതെന്ന ബോധ്യം എപ്പോഴാണോ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്, അന്ന് നിങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തല്ല ജീവിക്കുന്നത്, ഒരു ഏകാധിപതിയുടെ കീഴിലാണ് എന്നാണ് ആ ഡയലോഗ് പറയുന്നത്. ഒരു മാസം കൊണ്ട് ആ ഡയലോഗിൽ പറഞ്ഞതുപോലെയൊക്കെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ നമ്മുടെ വി.ഡി. സതീശന് കഴിഞ്ഞു എന്നുള്ളത്, അങ്ങനെയൊക്കെ തോന്നിപ്പിക്കാൻ നമ്മുടെ സതീശ് ചേട്ടന് കഴിഞ്ഞു എന്നുള്ളത് സതീശന്റെ ഒരു വലിയ മികവായിട്ട് കാണണ്ട, അത് വലിയ ഒരു വീഴ്ചയായി തന്നെയാണ് കരുതേണ്ടത്. അപ്പോ ഇന്ന് സഭയിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. പാവപ്പെട്ട കുടുംബങ്ങളിലെ വരുമാനമില്ലാത്ത സ്ത്രീകൾക്കായി മുൻ സർക്കാർ നടപ്പിലാക്കിയ, അതായത് പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയ പ്രതിമാസ ധനസഹായം കഴിഞ്ഞ 3 മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അല്ലെങ്കിലും ഈ സർക്കാർ വന്ന ശേഷം എല്ലാം മുടക്കിയിടുകയാണല്ലോ എന്നായിരിക്കും ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുക എന്ന് എനിക്കറിയാം. സഭ നിർത്തിവെച്ച്, എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് ഇന്ന് അനുമതി നിഷേധിച്ചിരിക്കുന്നു. സ്വാഭാവികം എന്നായിരിക്കും എല്ലാവരും കരുതുന്നത്. അതെ, എ.സി. മൊയ്തീൻ, കെ രാജൻ, പി.കെ. പ്രവീൺ എന്നിവരാണ് അടിയന്തര പ്രമേയത്തിന് ഇന്ന് നോട്ടീസ് നൽകിയത്. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ തീട്ടൂരം. എന്നാൽ സതീശനെയും സർക്കാരിനെയും ഒക്കെ ഇന്ന് അവരുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് എ.സി. മൊയ്തീനും പിണറായി വിജയനും ഒക്കെ ശക്തമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിവേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുമെന്ന് സ്വയം പറയുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന് പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഇന്ന് മുഖ്യമന്ത്രിയോട് എ.സി. മൊയ്തീൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചത്. സർക്കാരിൻ്റെത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും എ.സി. മൊയ്തീൻ കുറ്റപ്പെടുത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചുളുക്കി നമ്മുടെ സതീശൻ ഗ്യാങ് ഉണ്ടല്ലോ, ഈ സതീശനെ ന്യായീകരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുവപ്പ എന്ന മോഡിൽ ഇരിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. സത്യത്തിൽ ചിരി വന്നു പോയി കേട്ടോ. മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പാണെന്നും ഇന്ന് നമ്മുടെ എ.സി. മൊയ്തീൻ പറയുന്ന കാഴ്ച കണ്ടു. അല്ലെങ്കിൽ ഇപ്പൊ ജനങ്ങൾ മുഴുവൻ ഇത് തന്നെയാണല്ലോ പറയുന്നത്. എന്നാൽ ഗുണഭോക്താക്കളെ അപമാനിക്കുന്ന നിലപാട് തുടരുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത രീതിയിലും വലിയ അപാകതകളുണ്ടെന്നാണ് അങ്ങനെ മുഖ്യമന്ത്രി ഇതെല്ലാം കണ്ട ശേഷം കേട്ട ശേഷം ഇറക്കിയ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. എന്തായാലും അത് കേട്ട ശേഷം പ്രതിപക്ഷം വീണ്ടും എടുത്തുടുത്തു വി.ഡി. സതീശൻ എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് കൃത്യമായ മാനദണ്ഡമുണ്ടെന്ന് എ.സി. മൊയ്തീൻ വ്യക്തമാക്കി. അതെങ്ങനെയെന്ന് കൂടി അദ്ദേഹം പറഞ്ഞുകൂടി തന്നെ വി.ഡി. സതീശൻ ആകെ ആപ്പിലായി. 2025 നവംബറിലാണ് പദ്ധതിയുടെ നടപടികൾ ആരംഭിച്ചതെന്ന് മുഖ്യമന്ത്രിയോട് എ.സി. മൊയ്തീൻ പറയുമ്പോൾ ഓക്കെ എന്ന മോഡിൽ അങ്ങനെ സതീശൻ ഇരുന്നു. പരിശോധന കൃത്യമായി നടത്തിയാണ് പദ്ധതിയിലേക്ക് കടന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങളെന്നും ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാത്ത സമിതിയാണ് പരിശോധന നടത്തുന്നതെന്ന് കൂടി പറഞ്ഞതോടുകൂടി തന്നെ വി.ഡി. സതീശൻ ഇപ്പൊ സഭയിൽ ഫുള്ള് വെള്ളിയടിയാണല്ലോ. എത്ര പരിപാടി അവതരിപ്പിച്ചാലും മുട്ടൻ ഇതൊക്കെ തിരിഞ്ഞ് എന്റെ മേല് തന്നെ വന്ന് വീഴുകയാണല്ലോ എന്ന് വിചാരിച്ച് കാണും. ഏത് ഇവിടെ അവധി ചോദിച്ചുള്ള റജീസ് ചെറിയാനെ ഇട്ട് അറിയാലോ, ഒന്ന് വാട്ടി അവസാനം ആ വാട്ടൽ മുഴുവൻ നമ്മുടെ സതീശന് കോട്ടമായി മാറിയതൊക്കെ നമ്മൾ കണ്ടു കാണുമല്ലോ. പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോ ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി സംശയം ഉന്നയിക്കുന്നത് ആരെ സഹായിക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം ചോദിക്കുന്ന കാഴ്ച കണ്ടു. കാരണം ഈയിടെയായിട്ട് നമ്മുടെ സതീശ് ചേട്ടൻ കോർപ്പറേറ്റുകൾക്കൊക്കെ എല്ലാം അങ്ങനെ തൂക്കി വിറ്റു കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുകയാണല്ലോ. അപ്പൊ ഇതും ആർക്ക് വേണ്ടിയാണ് എന്നാണ് എ.സി. മൊയ്തീൻ ചോദിച്ചത്. മാത്രമല്ല, നാടിന്റെ അംഗീകാരത്തോടു കൂടിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എൽ.ഡി.എഫ് സർക്കാർ നടപ്പിലാക്കിയതെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബഡ്ജറ്റ് 3720 കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നുവെന്നും മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും വാങ്ങാത്തവർക്കാണ് ഇതിന്റെ സഹായം ലഭിച്ചിരുന്നതെന്നും ഒക്കെ എ.സി. മൊയ്തീൻ പറഞ്ഞതോടുകൂടി തന്നെ ആകെ വെട്ടിലായല്ലോ സതീശൻ സാറേ. പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കൊടുത്തു സതീശന് കണക്കിന്. പദ്ധതിയുടെ അപേക്ഷകളിൽ സുതാര്യത ഉറപ്പുവരുത്തിയിരുന്നു സതീശൻ സാറേ എന്ന് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത്. പദ്ധതി തുടരുമെന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറയുന്നില്ല. ആശങ്കകൾ ദൂരീകരിക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണെന്നും പിണറായി വിജയൻ എന്ന് പറഞ്ഞു. സത്യത്തിൽ പ്രിയദർശിനി ഗ്യാരണ്ടിയിൽ വെള്ളം ചേർത്ത് ഇറക്കിയത് പോലും സ്ത്രീ സുരക്ഷാ പദ്ധതി ഫണ്ട് മുക്കി സ്ത്രീകളെ ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ വേണ്ടി ആയിരുന്നില്ലേ എന്ന് നമ്മൾ നേരത്തെയൊക്കെ ചോദിച്ചിരുന്നു അല്ലെ. അതൊക്കെ ശരിയായിരുന്നുവെന്നും ആ ചോദ്യത്തിന് കഴമ്പുണ്ടായിരുന്നുവെന്നും അതൊക്കെ തന്നെയല്ലേ ഇപ്പോൾ സംഭവിക്കുന്നതെന്നും ഞാൻ ചോദിച്ചു പോവുകയാണ്. 3700 കോടി രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തകർത്തത് 800 കോടിയുടെ പ്രിയദർശിനി ഉപയോഗിച്ച് തന്നെയാണെന്ന് ഇനി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്നിട്ട്
പ്രിയദർശിനിയെങ്കിലും സ്ത്രീകൾക്ക് ഗുണം ചെയ്തോ സതീശൻ സാറേ? അതും വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നുള്ളതാണ് വസ്തുത. സ്വകാര്യ ബസ് ഉടമകളുടെ കഞ്ഞികുടി മുട്ടിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് അവർ ഉദ്ദേശിച്ച പോലൊരു ഗുണം ഉണ്ടായില്ല എന്നുള്ളതാണ്. നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം എന്താണ്? സ്ത്രീ സുരക്ഷാ പെൻഷൻ അത് കിട്ടുന്നില്ല. ഇതാണെങ്കിൽ ഇങ്ങനെ UDF സർക്കാർ സ്ത്രീകളോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് വലിയ വാചകം അടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ഏറ്റവും സാധാരണക്കാരായ സ്ത്രീകൾക്ക് നേരിട്ട് ലഭിച്ചിരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ തകർക്കുന്ന നിലപാട് സ്വീകരിക്കലാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ നിലവിലെ ഗുണഭോക്താക്കൾ 18 ലക്ഷത്തിലധികം പേരാണ്. അറിയാമോ? അർഹരായ മുഴുവൻ പേരും ഉൾപ്പെട്ടാൽ കുറഞ്ഞത് 30 ലക്ഷം സ്ത്രീകളെങ്കിലും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറും എന്നുള്ളതാണ്. പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്ന ഈ സഹായം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നുള്ളതാണ്. 30 ലക്ഷം ഗുണഭോക്താക്കളെ കണക്കാക്കിയാൽ ഈ പദ്ധതിയുടെ വാർഷിക ചെലവ് ഏകദേശം 3600 കോടി രൂപ വരും. 20 ലക്ഷം ഗുണഭോക്താക്കളെ മാത്രം കണക്കാക്കിയാലും ചിലവ് 2400 കോടി രൂപയാണ്. എന്നാൽ എല്ലാ അർഹരായ സ്ത്രീകൾക്കും ലഭിക്കുന്ന ഈ പദ്ധതി, ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതി അവസാനിപ്പിച്ചാണ് വെറും 800 കോടി രൂപ മാത്രം ചെലവുള്ള പ്രിയദർശിനി പദ്ധതി കൊണ്ടുവന്നത്. അതും എല്ലാ സ്ത്രീകൾക്കും ലഭിക്കുന്ന ആനുകൂല്യമല്ല, യാത്ര ചെയ്യുന്നവർക്ക് മാത്രം. അതും KSRTC യാത്രകളിൽ പരിമിതപ്പെടുത്തിയ ആനുകൂല്യം. അതായത് എല്ലാവർക്കും ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ അവകാശം എടുത്തുമാറ്റി ഉപയോഗിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പരിമിത ആനുകൂല്യമായി ക്ഷേമ നയത്തെ മാറ്റുകയാണ് UDF സർക്കാർ ചെയ്തിട്ടുള്ളത്. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് ക്ഷേമ പദ്ധതികളിലും ഇതേ സമീപനം കാണാൻ തുടങ്ങുകയാണ്. എല്ലാവർക്കുമുള്ള അവകാശാധിഷ്ഠിത ക്ഷേമ പദ്ധതികളെ ചുരുക്കി തിരഞ്ഞെടുത്ത വിഭാഗങ്ങൾക്ക് മാത്രം പരിമിത ആനുകൂല്യങ്ങൾ നൽകുന്ന നയമാണ് ഇപ്പോൾ നമ്മൾ VD സതീശന്റെ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വസ്തുതകൾ പറയുമ്പോൾ ഞങ്ങൾ ഓർഡിനറിയിലാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിയില്ലേ, അതൊരു സ്ത്രീ ശാക്തീകരണമല്ലേ എന്നാണ് കോൺഗ്രസ് ഭാഷ്യം. എന്നാൽ 30 ലക്ഷം സ്ത്രീകൾക്ക് നേരിട്ട് സാമ്പത്തിക സുരക്ഷ നൽകുന്ന പദ്ധതിക്ക് പകരം അതിന്റെ 4/1 ചെലവുള്ള ഒരു പദ്ധതി കൊണ്ടുവന്ന് അതിനെ സ്ത്രീ ശാക്തീകരണം എന്ന് വിളിക്കാൻ കഴിയുമോ എന്നാണ് മറുചോദ്യം. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങൾക്കായി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ തകർക്കാൻ പുതിയ UDF സർക്കാർ ബോധപൂർവമായി ശ്രമം നടത്തുകയാണ് എന്ന് പോലും തോന്നിപ്പോവുകയാണ്. എന്തിന്? ആ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ 1000 രൂപ പ്രതിമാസം എവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല, അതുമില്ല. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ആശ്വാസമാകേണ്ട പദ്ധതികളോടാണ് സർക്കാർ കടുത്ത അനാസ്ഥ കാണിക്കുന്നത് എന്നുള്ളതാണ്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന പദ്ധതികളും ഉദ്യോഗാർത്ഥികൾക്കായി വിഭാവനം ചെയ്ത കണക്ട് ടു വർക്ക് പദ്ധതിയും നിലവിൽ മുടങ്ങിക്കിടക്കുന്ന കാര്യം അതിശക്തമായി തന്നെ ഇനിയും സഭയിൽ ഉന്നയിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പെൻഷൻ വിതരണത്തിലും സർക്കാർ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുകയും പ്രവാസി പെൻഷനും ധനകാര്യ വകുപ്പ് മനഃപൂർവ്വം പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ളതാണ്. UDF സർക്കാരിന്റെ ഭരണകാലത്ത് 18 മാസത്തെ പെൻഷൻ കൊടുത്തു തീർക്കാതെയാണ് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയത്. അത് ഉമ്മൻചാണ്ടി വരുത്തിയ കടമല്ലേ, അത് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമൊന്നും മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ സഭയിൽ ഉന്നയിച്ച് നമ്മളാരും കേട്ടില്ല. പക്ഷെ എന്താണ് പിന്നീട് നമ്മൾ കണ്ടത്? 18 മാസത്തെയും കുടിശ്ശിക കൊടുത്ത് തീർത്ത ശേഷം വീണ്ടും പെൻഷൻ വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് താങ്ങും തണലാകുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടത്, അല്ലെ? എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പല പെൻഷനുകളും കൊടുക്കാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ ഇറങ്ങുന്നത് വരെ എല്ലാ പെൻഷനുകളും വളരെ കറക്റ്റായി കൊടുത്തിരുന്നതാണ്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് കണ്ടുപോലുള്ള പല രീതിയിലുള്ള വെട്ടിച്ചുരുക്കലുകളും പല രീതിയിലുള്ള സംഭവങ്ങളും മുടക്കലും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഭയിലാണെങ്കിലോ ഒരു വിഷയത്തിലും മറുപടി മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു വിഷയത്തിലും അടിയന്തര പ്രമേയത്തിന് അനുമതിയും കൊടുക്കുന്നില്ല. വിലകയറ്റം രൂക്ഷമാവുകയാണ്. പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും ഒക്കെ വില വർദ്ധിക്കുകയാണ്. ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ നികുതി വില കുറച്ച് ജനങ്ങൾക്ക് പെട്രോൾ ഡീസലും ഒക്കെ കൊടുക്കും എന്ന് പറഞ്ഞ VD സതീശൻ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് വരുമ്പോൾ ഭയമാണ്. വേണ്ട, ഇത് നമുക്ക് ചർച്ച ചെയ്യേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. ആരോഗ്യരംഗം നമുക്കറിയാം, LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാമതായിരുന്നു. ഇപ്പോ എന്താണ് അവസ്ഥ? ഇപ്പോ സർക്കാർ ആശുപത്രികളൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ ഒരു ഇരുണ്ട കാലത്തിലേക്ക് പോയി എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ വിഷയത്തിലൊക്കെ നമുക്ക് ചർച്ച നടത്തണം. ഷിഗല്ല രോഗം വരുന്നു, കോവിഡ് വരുന്നു, നിപ്പ വരുന്നു, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ആകെ ഭീതിയിലാണ്. കാരണം ഒരു കെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഒരു കെട്ട മന്ത്രിയാണ് നിലവിൽ ഈ വകുപ്പിനുള്ളത്. എന്ത് ചോദിച്ചാലും ന്യായീകരണം മാത്രം പറയുന്ന ഒരു മന്ത്രിയാണുള്ളത്. സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യാൻ വിളിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ ചർച്ച ചെയ്യാനില്ല എന്ന് പറയുകയാണ്. കാവ്യവൽക്കരണം നടത്താൻ PM ശ്രീ അതുപോലെ തന്നെ നിരവധി അവരുടെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുകയാണ്. കരിമണൽ ഖനനവും മദ്യനികുതിയും കുറച്ച വിഷയവും ഒക്കെ വരും, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ ഇല്ല, ഞങ്ങൾ ആ വിഷയത്തിലൊന്നും ചർച്ച ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കോൺഗ്രസിനകത്ത് പോലും വലിയ ഭിന്നതയും അതിർത്തിയും ഒക്കെ നിലനിൽക്കുകയാണ്. അങ്ങനെ ഒന്നിനും
സതീശൻ സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല, വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. കുമാരനാശാന്റെ ദുരവസ്ഥയിൽ ഇതാ ഇങ്ങനെ 2 വരിയുണ്ട് സതീശൻ സാറേ. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമത് നിങ്ങളെത്താൻ എന്ന്. മനസ്സിലായില്ലേ? ജനങ്ങളെ അവഗണിക്കുന്ന ഭരണകൂടങ്ങൾക്കുള്ള ഒരു ശക്തമായിട്ടുള്ള താക്കീതാണെന്ന് മനസ്സിലാക്കിയാൽ മതി.